മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ലോ ആൻഡ് ഓർഡർ എന്ന സിനിമ. ഈ സിനിമയിൽ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ബ്ലാക്ക് എന്ന സിനിമയിലെ കാരക്കാമുറി ഷൺമുഖൻ എന്ന ആ ഒരു ക്യാരക്ടറിൽ വരുന്നുണ്ട് എന്നൊരു വാർത്ത വന്നപ്പോഴാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കൂടുതൽ ഒരു ഹൈപ്പ് കിട്ടിയത്. 90 ദിവസം കൊണ്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. ഇന്ന് തിയേറ്ററിൽ എത്തേണ്ട ഈ ഒരു സിനിമ ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ 4-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. തുടരുമെന്ന സിനിമയിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച പോലീസ് കഥാപാത്രം ചെയ്തിട്ടുള്ള പ്രകാശ് വർമ്മയാണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. കുറെ പുതുമുഖങ്ങൾ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. കൊച്ചി പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ബ്ലാക്ക് എന്ന സിനിമയിലെ മമ്മൂക്കാടെ ഒരു ക്യാരക്ടർ ഒന്നും കൂടെ സ്ക്രീനിൽ കാണാനായിട്ടുള്ള വലിയൊരു ആകാംക്ഷയിലായിരുന്നു. പക്ഷെ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാറ്റിവെച്ചത് ഇപ്പോൾ ഈ ജനനായകനൊക്കെ റിലീസായതുകൊണ്ടാണ് ഈ സിനിമയുടെ റിലീസിംഗ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഓണം റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് വമ്പൻ സിനിമകൾ തന്നെയാണ്. ഓണം റിലീസായിട്ട് ആദ്യം തിയേറ്ററിലേക്ക് എത്തുന്നത് വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന തുടക്കം എന്ന സിനിമയാണ്. 2018 എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണിയാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമാസാണ് തിയേറ്ററിലേക്ക് ഈ സിനിമ എത്തിക്കുന്നത്. മോഹൻലാലും ആന്റണി പെരുമ്പാവൂരിന്റെ മകനും വളരെ പ്രധാനപ്പെട്ട റോളിൽ ഈ സിനിമയ്ക്ക് എത്തുന്നുണ്ട്. 3 സിനിമകൾ ഓഗസ്റ്റ് 20-ാം തീയതിയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന അയാം ഗെയിം എന്ന സിനിമയാണ്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. 5 ഭാഷകളിലായിട്ടാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. ദുൽഖറിനെ കൂടാതെ സിനിമയിൽ പെപ്പയും വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട്. വേഫെയർ കമ്പനിയാണ് സിനിമയുടെ നിർമ്മാണം. RDX എന്ന സിനിമയ്ക്ക് ശേഷമാണ് നഹാസ് ഹിദായത്ത് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ആക്ഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നമ്മുടെ പൃഥ്വിരാജ് നായകനായിട്ട് എത്തുന്ന ഖലീഫ എന്ന സിനിമയും 20-ാം തീയതി തന്നെ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന മറ്റൊരു ചിത്രം ഷൈഡി സംവിധാനം ചെയ്യുന്ന ബെത്ലഹേം കുടുംബം നിവിൻ പോളിയാണ് സിനിമയ്ക്കകത്ത് നായകനായിട്ട് എത്തുന്നത്. അപ്പോൾ ഈ ഓണം ആര് തൂക്കും എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. വമ്പൻ സിനിമകൾ തന്നെയാണ് 4. ഇപ്പോൾ തുടക്കം എന്ന സിനിമ ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമായിട്ടാണ്. ഒരാളെങ്കിലും ഈ 4 സിനിമകളും കാണാനുള്ള ഒരു ആകാംക്ഷയെ തന്നെയാണ്. ഓണം ആര് തൂക്കുമെന്നുള്ള പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.